ഹായ്. ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പം ക്ലാസ് കട്ട് ചെയ്തതിന് വീട്ടിലേക്ക് അച്ഛനെ വിളിച്ചിട്ട് അച്ഛന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് സ്റ്റാഫ് റൂമിന്റെ പുറത്ത്. അതായത് ടീച്ചർ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നിട്ട് ഇനി നമുക്ക് ബാക്കി തീരുമാനിക്കാന്നുള്ളൊരു സിറ്റുവേഷനിൽ, അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അച്ഛൻ വരുന്നവരെ ഞാൻ ആ സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു തരം മാനസിക സംഘർഷമുണ്ട്. അതായത് ഇനിയിപ്പോ എന്താവും, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ സ്ഥിതി, അച്ഛനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ. അതായത് പേടിച്ചിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അന്ന്. പക്ഷെ ആ ഒരു പീരീഡിൽ ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ട്. ഇനി ഒരിക്കലും ക്ലാസ് കട്ട് ചെയ്യരുത്, കാരണം ഇതുപോലൊരു സിറ്റുവേഷൻ ഇനി എനിക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ അന്ന് ഉറപ്പിച്ചതാ. ആ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷന്റെ ഒരു 10% പോലും ഇന്നത്തെ കാലത്ത് ഇല്ല എന്ന് പറയുമ്പോൾ, കാരണം പോലീസ് പിടിക്കുന്നുള്ള കാര്യത്തിൽ പോലും പേടിയില്ലാത്ത രീതിയിലേക്ക് സമൂഹം എങ്ങനെ മാറി എന്നുള്ളത് ചോദിച്ചില്ല. കാരണം നമ്മൾ കണ്ടതാണ് ആ കൊലപാതകവും 5 പേരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റും. അതിൽ അവർ പറയുന്നത് പോലീസൊന്നും കേസൊന്നും എടുക്കൂലടാ. പോലീസ് കേസ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് നമ്മളെ പിടിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം പോലും അവർക്ക് എവിടെ നിന്ന് കിട്ടി? 10ാം ക്ലാസ്സിൽ 16 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര വിദൂരമൊന്നുമല്ല. എനിക്ക് 26 വയസ്സുള്ളൂ. 10 വർഷം മുന്നേ അത് എങ്ങനെയൊന്നും അല്ലായിരുന്നു. പോലീസ് പോട്ടെ, ഒരു ടീച്ചർ അറിയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം കൂടെയുള്ള ഒരുത്തനെ അവർ കൊന്നു കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് അതിന്റെ ഒരു കുറ്റബോധത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ലാതെ പോലീസ് ഒന്നും പിടിക്കില്ല, ആൾക്കൂട്ടം തല്ലി കഴിഞ്ഞാൽ കേസില്ല. ഇത് എന്ത് 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 രീതിയിൽ അവരുടെ ഒരു ചിന്താഗതി പോകുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇത് എവിടുന്ന് അതിനുള്ള ധൈര്യം കിട്ടുന്നതെന്നുള്ളത് ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. കൊല്ലാനുള്ള ധൈര്യമൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്നുള്ളത്. കാരണം നമ്മളൊന്ന് ആലോചിക്കണം, ഒരാളങ്ങ് ഇല്ലാതാവുകയാണ്, നമ്മൾ ഒരാളെ കൊന്നു കളയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെയൊന്നും കാലത്ത്, ഞാൻ ഇപ്പോഴും പറയുന്നു, 10 വർഷം ബാക്കോട്ട്, അത്ര ഞങ്ങളുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1900-ഒന്നുമല്ല. ഒരു 10 വർഷം ബാക്കോട്ട് നോക്കിയാൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. എന്റെ എന്നോട് അടി ഉണ്ടാക്കി നടന്ന ഒരുത്തരുണ്ടായിരുന്നു സ്കൂളില്. എന്റെ ഈ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് രാത്രി വേസ്റ്റ് വരെ കത്തിച്ചിട്ടാണ് അവൻ ഇവിടുന്ന് പോയിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് എന്നോട് എപ്പോ കണ്ടാലും ഞങ്ങൾ തമ്മിൽ അടിയാണ്. അതായത് വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരാള്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ ഹൗസ് വാമിങ്ങിനെ വിളിച്ചിട്ട് രാത്രി ചെമ്പിലുള്ള ഫുഡൊക്കെ ചെമ്പ് കഴിച്ചിട്ട് അവൻ ഈ വേസ്റ്റ് ഒക്കെ കത്തിച്ചിട്ടാണ് അവനും ടീംസ് ഒക്കെ ഇവിടുന്ന് പോയത്. ഇപ്പൊ ഞാൻ ആലോചിക്കുക, കൂടെ ഉള്ള തന്നെ അടിയുണ്ടെന്ന് വെച്ചിട്ട് അവരെ കൊല്ലാനുള്ള ധൈര്യമൊക്കെ വെച്ച് എവിടുന്നാ കിട്ടുന്നത്? അല്ലെങ്കിൽ ആരാ ഇതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്? സിനിമ എന്ന് പറയുന്നതൊക്കെ വെറും, അതിൽ വലിയ കാര്യമൊന്നുമില്ല, സിനിമയൊന്നുമല്ല. കാരണം അത് വിദേശ സിനിമകൾ ഇതിന് മുന്നേ ഇവിടെ ഇഷ്ടംപോലെ വയലൻസ് ഉള്ള സിനിമകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിട്. സിനിമ ശരിയാണ്, സിനിമ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമ മാത്രമൊന്നല്ല അതിന് കാരണം. എല്ലാം കൂടി സിനിമാക്കാരൻ തന്നെ വേണ്ട. ഇവിടുത്തെ രാഷ്ട്രീയക്കാരടക്കമുള്ള എല്ലാവരും ഇതിന് കാരണക്കാരാ. കാരണം ഇവർക്ക് ഈ ഒരു ധൈര്യം. ഇത് മാത്രമല്ല, പാരന്റിങ് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ലേ? കാരണം ഇപ്പം വിജയരാഘവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രാധാന്യമുള്ള. കാരണം എന്റെ മകൻ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാനും കൂടിയാണ്. കാരണം ഞാൻ അവനെ ചെറുപ്പം തൊട്ട് മോൾഡ് ചെയ്തിരുന്ന രീതിയിൽ അവനത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഞാനും കൂടിയല്ലേ. അതിങ്ങനെ നമ്മൾ മറ്റൊരാളെ പറയും, അതിന്റെ ഒരു ഭാഗം ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുത്തേ പറ്റൂ. അതുപോലെ തന്നെ ഏറ്റെടുക്കേണ്ടി വരും ഇതിനൊക്കെ. പാരന്റിങ് വലിയൊരു ഘടകം അതില്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ചു കാലം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ഏകദേശം ഈ ഒരു 10ാം ക്ലാസ് 9, 8 ആ ഒരു കാലഘട്ടത്തില് നമുക്കൊരു ശനിയാഴ്ച കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് രാവിലെ എണീക്കുക, ചായ കുടിക്കുക, കളിക്കാൻ പോവുക, ഉച്ചവരെ ഗ്രൗണ്ടിൽ തിരിഞ്ഞ് കളിക്കുക, തിരിച്ചു വരിക, ഫുഡ് കഴിക്കുക, 3 മണിക്ക് ശേഷം പിന്നെയും കളിക്കാൻ പോവുക. അത് നമ്മുടെയൊക്കെ ജീവിതം ഗ്രൗണ്ടുകളിലായിരുന്നു കൂടുതലായിട്ട് കണ്ടിരുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഗ്രൗണ്ടുകളില്ല. സർക്കാർ അതിനുവേണ്ടി സത്യം പറഞ്ഞ ഒരു പദ്ധതിയോ കാര്യങ്ങളോ ഒന്നും ഒരുക്കുന്നില്ല. ശരിക്കും ശരിക്കും ഒരു ഒരു വലിയൊരു ജനവിഭാഗം താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരു ഗ്രൗണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇത്രയും കുട്ടികളൊന്നും വഴിതെറ്റി പോവില്ല. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള സമയമില്ല, കളിക്കണം. എന്റെയൊക്കെ എനിക്ക് എന്നെ അറിയാവുന്നവർക്ക് എനിക്ക് അടിവരട്ടെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഞാൻ ഇന്നേ വരെ ഒരു സിഗരറ്റോ ഒരു മദ്യപാനോ പോലും നടത്താത്തതിന്റെ ഏറ്റവും വലിയ കാരണം ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങും. അത് കൂടാതെ ഞാൻ എന്റെ ജീവിതത്തിന്റെ, ഇപ്പൊ ഇതുവരെയുള്ള ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിൽ നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ചെലവഴിച്ചിട്ടുള്ള ഗ്രൗണ്ടുകളിലാണ്. ഇപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടി കളിക്കാനാണെങ്കിൽ വേഗം പോകും. പക്ഷെ ഇപ്പൊ ടർഫുകളിലേക്ക് മാറി. അത് വലിയൊരു പോരായ്മയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറൊന്നുമില്ല, ഏത് നേരവും ഇതല്ലേ പരിപാടി. അതായത് ഫോണാണ്, വേറൊന്നുമില്ല. ലോകം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഒതുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്.
അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറയുന്ന ഞാൻ പോലും ഈ വീഡിയോ ചെയ്യുന്ന ഒരു മൊബൈൽ ഫോണിലാണ്. എനിക്ക് പോലും ഇത് അത്യാവശ്യമാണ്. പക്ഷെ എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റും. കാരണം ഞാനോ എന്റെ മുന്നേയുള്ള തലമുറയോ ഇത് വെച്ചല്ല വളർന്നത്. ഇതൊരു 1-2 ദിവസം മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ ഫോൺ എന്ന് പറയുന്ന സാധനം നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഫോൺ ഇല്ലാതെ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, നടക്കില്ല. ഇപ്പൊ ഒരു ഷോപ്പിൽ ചെന്ന് ഒരു പേയ്മെന്റ് ചെയ്യണമെങ്കിൽ പോലും ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാ, ഇതൊന്നും നല്ലതല്ല. പക്ഷെ നമ്മുടെ കംപ്ലീറ്റ് ചിന്താഗതി ഫോണിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട്. നമുക്ക് വേറെ സത്യം പറഞ്ഞ കമ്മിറ്റ്മെന്റ്സ് കുറവാണ്. റിലേഷൻഷിപ്പിനോടുള്ള നമ്മുടെ വീട്ടുകാരോടായാലും മറ്റു റിലേഷൻഷിപ്സിലായാലും നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മറിച്ച് കുറച്ചു കാലഘട്ടം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ഛനെ പേടിയുണ്ട്, അമ്മയെ പേടിയുണ്ട്. നമ്മുടെ വീട്ടില് ചിലപ്പോൾ വലിയൊരു അച്ഛനോ അച്ഛമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് പറയുന്ന പോലെ നമ്മൾ അനുസരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്നൊരു കുട്ടിയെ ഒരു സ്കൂളിൽ നിന്നൊരു അധ്യാപകനെ തല്ലാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പം കമ്പ്യൂട്ടർ ലാബിന്റെ ചില്ലിലേക്ക് ബോൾ അടിച്ചു വിട്ടതിന് ക്ലാസ്സിൽ വന്ന്, അതായത് ഞാൻ ഇറങ്ങി ഓടി, അതിനുശേഷം ക്ലാസ്സിൽ വന്ന് എന്നെ കണ്ടുപിടിച്ച് എന്നെ തൂക്കിയെടുത്തിട്ട്, അതായത് മുകളിലുള്ള ക്ലാസ് മുതൽ താഴെ സ്റ്റെപ്പ് ഇറങ്ങുന്ന വരെ എന്റെ പുറത്തും എന്റെ മുഖത്തൊക്കെ അടിച്ച മുസ്തഫ സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ സാറേന്ന് വിളിച്ചിട്ടുണ്ട്. അതിൽ അക്ഷരം മാറ്റിയിട്ടൊന്നുമില്ല, അന്ന് വിളിച്ചിട്ടുണ്ട്. അന്ന് അക്ഷരം മാറ്റിയും അന്ന് ഇയാൾ എങ്ങനെയെങ്കിലും നശിച്ചു പോകണമെന്ന് വിചാരിച്ച് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കിട്ടിയ അടിയൊക്കെ ആയിരിക്കും എന്നിലുള്ള നന്മകൾ കുറച്ചെങ്കിലും ഇന്നും നിലനിൽക്കുന്നത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള തോന്നലുണ്ടായത് അവിടെ തൊട്ടാ. എന്റെ കൂടെ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ വരുന്ന 5ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഹിന്ദി ഭാഷ ഞാൻ ഇപ്പോഴും അഭിമാനം കൊടുത്തിട്ട് തന്നെയാണ് പുള്ളിയുടെ അടുത്ത് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന 5 മുതൽ 7 വരെയുള്ള എന്റെ UP സ്കൂളിലെ പ്രധാന അധ്യാപിക റിട്ടയർഡ് ആണ്, എന്നാലും അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ എന്റെ ബ്രദറിന്റെ കല്യാണം വിളിക്കാൻ പോയപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട് പൈപ്പ് പൊട്ടിച്ചതിന് മറ്റേ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചതൊക്കെ. അതൊക്കെ എനിക്കൊരു പാഠങ്ങളായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്യുമ്പം അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ ടീച്ചേഴ്സും എന്റെ വീട്ടുകാരും എനിക്ക് തോന്നുന്നു പാരന്റിങ് ഒരു സമയം കഴിഞ്ഞാൽ അത് കഴിയുന്നല്ല, പാരന്റിങ്ങിനേക്കാളും കൂടുതൽ സ്കൂളിൽ നിന്നും നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്ന കുറച്ച് പേരാണ് ഈ ടീച്ചേഴ്സ്. ഇവർക്ക് ഇന്ന് നമ്മളെ ശാസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അപ്പോഴേക്ക് ഇറങ്ങും സമരമൊന്നും, അല്ലെങ്കിൽ ടീച്ചർ അടിച്ചു, ടീച്ചർ നുള്ളി, തേങ്ങയാക്കി ആനയാക്കി എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും പണ്ടില്ലായിരുന്നു. എന്റെ ഏട്ടനൊക്കെ ഇവിടെ കാലിന്റെ തൊടേന്റെ മുകളിൽ വര പോലെ വന്നിട്ട് ടാഗോർ കോളേജിൽ നിന്ന് അടികിട്ടി വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊന്നും ആരും പോയിട്ട് ടീച്ചേഴ്സിനെ തല്ലാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് എന്താ പറയുക എന്തിനാ ഞങ്ങൾ അടിച്ചതെന്ന് ഗുണ്ടകളെ കൂട്ടി പോയി ചോദിക്കാനോ നന്നാരും നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ അതിന് കാരണക്കാർ ഈ ഗ്രൗണ്ട് ഇല്ലാത്തതും, നമുക്ക് ഈ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനോടൊന്നും പറയാൻ പറ്റാത്തതും, പാരന്റിങ് ആയപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസിയിൽ ഇടപെടരുതെന്ന് അവർ. എന്തോന്ന് പ്രൈവസി? 10ാം ക്ലാസ് പഠിക്കുന്നവരൊക്കെ എന്ത് പ്രൈവസിയാണ് കൊടുക്കേണ്ടത്? ഒരു പ്രൈവസിയും കൊടുക്കേണ്ട ആവശ്യമില്ല 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക്. അവന്റെ ഫോണിന്റെ അൺലോക്ക് വരെ ചെയ്തിട്ട് വേണം വീട്ടിൽ എത്തിക്കാന്നാണ് ഞാൻ പറയുന്നത്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സും പഠിക്കുന്നതിന് പ്രൈവസിന്റെ ആവശ്യമില്ല, ആവശ്യമുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും, അവിടെ മാത്രം. അല്ലാതെ അവന് എല്ലാ കാര്യത്തിലും ഇതെന്റെ പ്രൈവസിയാണ്, ഇത് എന്താ പറയാ, ഇങ്ങനെ ഒരാളെ ഫ്രീഡത്തിൽ ഇടപെടരുത്, ഫ്രീഡം തേങ്ങയൊന്നും അല്ല ഇത്. കുറെ റീൽസോടികളും അല്ലെങ്കിൽ കുറെ ഈ മറ്റേ പുരോഗമന ചിന്താഗതിയുള്ള കുറെ ആൾക്കാരും വന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു നമ്മളെ. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, ഒരു തേങ്ങയുമല്ല. നമ്മൾ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള മനുഷ്യരാണ്, അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ കൂറുള്ള ഒരു മനുഷ്യനാണ് അത്. അല്ലാതെ നമുക്ക് വീട്ടില് അച്ഛനും അമ്മയും വന്ന് നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴത്തേക്ക് ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് ഫ്രീഡം വേണം. എന്റെ മോനാണ് പെരടിക്ക് നോക്കും ഞാൻ ആദ്യം, എന്നിട്ടേ ഞാൻ ഫ്രീഡം കൊടുക്കുള്ളൂ. ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക വേണ്ട. കാരണം ഞാൻ ഇന്ന് പഠിച്ചു വളർന്ന് ഞാൻ എന്റേതായ ഒരു പൊസിഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറയുന്ന അവിടെ നടക്കും, ഒരു സംശയം വേണ്ട. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡത്തിന് വേറൊരു അർത്ഥം കൂടി, ഒരു റെസ്പെക്ട് കിട്ടാറുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. അതാണ് ശരിക്കും ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ലാതെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരുത്തനോട് നിന്റെ ഫോൺ അൺലോക്ക് ചെയ്തുകൊണ്ടായാലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്റെ പ്രൈവസി ആണെന്ന് പറയുമ്പോൾ അതല്ല ഫ്രീഡം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോലും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇത്ര ഇതായി പോയത്. സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഏട്ടനോ നമ്മുടെ കസിൻസിനോ നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ ടീച്ചേഴ്സിന് പറ്റുന്നില്ലെങ്കിൽ, പിന്നെ എന്ത് ജീവിതം? അവര് നമ്മളെ വഴക്ക് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടിക്കുമ്പോഴേക്കും ഗുണ്ടകളെ കൂട്ടി വന്ന് അല്ലെങ്കിൽ പോലീസ് പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതാണോ ജീവിതം? ഒരു പരിധി വരെ നമുക്കൊക്കെ ശാസനയും അല്ലെങ്കിൽ ശിക്ഷകളും ആവശ്യമാണ് ഒരു മനുഷ്യന്. കാരണം ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയല്ല
എന്നാ മനുഷ്യന് മനസ്സിലാവുന്നത് വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ശാസനകളും അടികളും ഒക്കെ തന്നെയാണ് നമ്മൾ അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതാവുന്നത് ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും ഞാനിപ്പോ ഈ അടുത്ത് കണ്ട ഒരു ട്രോളാണ്, ടീച്ചേഴ്സിന്റെ അടുത്ത് തിരിച്ചാ ചൂരലേൽപ്പിക്കുന്നു. ശരിയാണ്, പക്ഷെ അത് എത്രത്തോളം ഇനി പോസിബിൾ ആവുന്ന അറിയില്ല. കാരണം സ്കൂളിലേക്ക് പോലും പിള്ളേർ ഫോണുമായിട്ടാണ് പോകുന്നത്. ഈ ടീച്ചർ അത് അടിക്കുന്നത് വേറൊരു കുട്ടി അവിടെ നിന്ന് വർത്തി കഴിഞ്ഞാൽ വരും മനുഷ്യാവകാശ ലംഘനം, ബാലപീഡനം, തേങ്ങാ കൊല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അടിക്കണം എന്ന് വിചാരിച്ച ടീച്ചേഴ്സ് അടിക്കും. തിരിച്ചടിക്കാനൊന്നും പറ്റൂല. കാരണം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നറിയാം. വീട്ടിൽ നിന്ന് ആള് വരും, പ്രശ്നമാവുന്നുള്ള ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് ചീത്ത വിളിച്ചിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും മനസ്സിൽ ഒരുപാട് ടീച്ചേഴ്സ് ഇവരെ നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഇന്ന് നല്ല ബഹുമാനം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അറിവില്ലായ്മയാണ്, അതിപ്പോ തിരിച്ചറിയുന്നുമുണ്ട്. ഇന്നും കാണുമ്പോൾ പേരെടുത്ത് വിളിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അന്ന് അത്രയും പോക്കിരുന്നതും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് തരുന്ന ശിക്ഷകളൊക്കെ സ്വീകരിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ അവർക്ക് എന്റെ സ്റ്റുഡന്റ് ആണ് ഇതെന്ന് പറയുമ്പം ഒരു മോശം ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ജീവിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ ഒരു ടീച്ചറോ അല്ലെങ്കിൽ നമ്മളെ വളർത്തി വലുതാക്കിയ ഒരു മാതാപിതാക്കളോ ഇതെന്റെ മകനാണ് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റാന്ന് പറയുമ്പോൾ അവർക്കതൊരു കുറച്ചിലാവാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അത്. ഫോണിന്റെ ഉപയോഗം എപ്പോൾ തൊട്ടാ നമുക്ക് റിലേഷൻഷിപ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ്സും ഇല്ലാതാക്കുന്ന അറിയോ? വാശി പിടിച്ച് കരയുന്ന, ഭക്ഷണം കഴിക്കാൻ വാശി പിടിച്ച് കരയുന്ന ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന മുതൽ, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുട്ടിക്ക് ഫോൺ കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കുന്ന മുതൽ, നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി കുട്ടി കരയാതിരിക്കാൻ കൊടുക്കുന്ന ഫോൺ ഉപയോഗം തൊട്ട് അവിടുന്ന് അങ്ങോട്ട് ആ കുട്ടി വളരുന്നത് ഈ ഫോണിലൂടെയാണ്. വാശി പിടിച്ച് കരഞ്ഞാൽ ഫോൺ കിട്ടും, നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഫോൺ കൊടുക്കും. പിന്നെ ആ കുട്ടിക്ക് എന്താ, അച്ഛനും അമ്മേനേക്കാളും വലുത് ഈ ഫോണല്ലേ. ചെറുപ്പം തൊട്ട് എനിക്ക് കിട്ടുന്ന സാധനം ഇതാ. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ടാബിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ. കാരണം ഞങ്ങൾ ആരും ജീവിച്ച അങ്ങനെയൊന്നുമല്ല. ഞാൻ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെയല്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് നോക്കിയുടെ ഒരു കീപാഡ് ഫോൺ ഉണ്ടാവുന്ന 10ാം ക്ലാസ് എന്നാ. ഇന്നത്തെ കാലത്ത് അതല്ല അവസ്ഥ. ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കഴിയുന്ന കുട്ടിക്ക് ഫോൺ കൊടുത്താണ് ഇവർ ഭക്ഷണം കഴിപ്പിക്കുന്നത്. എന്റെ അമ്മയൊന്നും എനിക്കത് ചെയ്തു തന്നിട്ടില്ലല്ലോ. 90 കിലോ ഉണ്ട് ഞാൻ ഉണ്ടായില്ലേ, വളർന്നില്ലേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാത്ത എല്ലാ മാതാപിതാക്കളും ഇതിന് ഉത്തരവാദികളാണ്. നിങ്ങളിപ്പോ ഈ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാ, പലരിലും കാണുന്നൊരു തെറ്റാ. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ കൺട്രോൾ ആക്കി വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാക്കുന്ന ഈ ഫോൺ ഉണ്ടല്ലോ, അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവാ. അത് ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഇനി അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങും. കണ്ടോ?